അപ്പോൾ ഒത്തിരി നാളായി ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെയ്തിട്ടല്ലേ, കുക്കിങ്ങൊക്കെ. അപ്പം എന്നോട് ആരൊക്കെയോ ചോദിച്ചായിരുന്നു, ഇതെന്താ ഇപ്പോൾ വീഡിയോ ഒന്നും ഇല്ലേ, കുക്കിങ് അങ്ങനെ ഉള്ള വീഡിയോസൊന്നും ഇടുന്നില്ലേ എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പം ഇതൊന്ന് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ വെളിച്ചെണ്ണയിലാണേ ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കുറച്ച് കടുകിട്ടു, പിന്നെ പെരിഞ്ചീരകം, ഏലക്ക, പിന്നെന്താണ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടു. തേങ്ങ നേരത്തെ ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ വറുത്ത് മാറ്റി വെച്ചു. പിന്നെ അതെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ വഴറ്റി ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. പിന്നെ ഏലക്കായും പെരിഞ്ചീരകമൊക്കെ ഇട്ടതിന് ശേഷം ഒരു 3-4 പച്ചമുളക് ഇട്ടു. കറുവപ്പട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊക്കെ പറയാൻ മറന്നുപോയി. പിന്നെ ചെറിയുള്ളി ഇട്ടു, സവാള ഇട്ടു. ഇനി ആദ്യം ഞാൻ കുറച്ച് ചെറിയുള്ളി എല്ലാം കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴന്നിട്ട് സവാള ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അതൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് സവാളയും കൂടി ഇടാം. ഇനി നന്നായിട്ട് അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പം പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, കുറച്ച് ഉപ്പിടും അല്ലേ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടാം. ഞാൻ ബീഫൊക്കെ ഉപ്പിട്ടാണ് വേവിച്ചത്, പക്ഷേ ഈ സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടണമല്ലോ. അങ്ങനെ ഉപ്പിട്ടു. അതിനെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒത്തിരി നാളായില്ലേ നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങൾ? അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നാളായില്ലേ, അതുകൊണ്ട് എന്തോ ഒരു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക. എല്ലാവർക്കും അറിയാമല്ലോ ബീഫൊക്കെ ഉണ്ടാക്കാൻ, ഇപ്പോൾ ആർക്കും അറിയാത്തല്ലേ. അപ്പം പിന്നെ ഞാൻ വെറുതെ ഒത്തിരി നാളായില്ലേ, എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുക. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സവാളയും ഇതെല്ലാം വഴന്നു വന്നു. പക്ഷെ ഞാൻ പിന്നെ അത് കഴിഞ്ഞുള്ള വീഡിയോ എടുക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. മസാലകളെല്ലാം ഇട്ട് കേട്ടോ. തൊണ്ടയ്ക്കൊരു ഇതിൻ്റെയൊക്കെ മുളകിൻ്റെയൊക്കെ ഒരു കുത്തല. മസാലകളൊക്കെ ഇട്ടു, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ എന്താണ് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ഈ പരുവത്തിലായി. ഇനി ആ മുളക് പൊടിയുടെയും അതൊക്കെ ഞാൻ എന്നിട്ട് ഈ ബീഫ് വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ബീഫ് വേവിച്ചത്. എന്നാലും അതിനകത്ത് കാണുമല്ലോ കുറച്ച് വെള്ളം വെന്ത് വരുമ്പോൾ. അപ്പോൾ അത് ഞാൻ ഈ
സവാളയ്ക്കകത്തോട്ട് ഒഴിച്ച് ഉണ്ടോ. അതിനെയും കുറച്ചൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഇപ്പോൾ ഒരുമാതിരി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് അതിലേക്ക് ഇടാം. എന്നിട്ട് അതിനകത്ത് കിടന്നൊന്ന് ഒറ്റ വിസിലടിച്ച് ഞാൻ ബീഫ് മാറ്റി വെച്ചതാണേ. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് കിടന്നൊന്ന് ആ മസാലയെല്ലാം ഒന്ന് പിടിക്കട്ടെ. ഓക്കെ, ബീഫൊക്കെ ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അത് കുറച്ചൊന്ന് വറ്റുന്ന വരെ ഇരിക്കാം നമുക്ക്, അല്ലേ? കുറച്ചുകൂടെ ഒന്ന് വറ്റട്ടെ. അപ്പം മസാലയെല്ലാം ബീഫിൻ്റെ ഉള്ളിൽ പിടിച്ച് നല്ല സെറ്റാകും. എന്നിട്ട് നമുക്ക് കുറച്ച് മസാല, ഗരം മസാല ഇടണം. പിന്നെ എന്താണ്, കുരുമുളക് പൊടി. ഈ ബീഫിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ കൂട്ടാണല്ലോ ഈ എന്താണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഉണ്ടെങ്കിലേ ഉള്ളൂ ബീഫിനൊരു. അപ്പോൾ നമുക്ക് അത് കുറച്ച് നേരം ഇരുന്ന് ചെറിയ തീയിൽ അങ്ങനെ ഇരിക്കട്ടെ. അല്ലേ, നല്ല കളറ്. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ചെറിയ തീയിലിട്ടിരിക്കുകയാണേ. എന്നിട്ട് നമുക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് അതങ്ങ് തീ ഓഫ് ചെയ്യാം. ഓക്കെ.